ഇപ്പോൾ ലോകത്തിലെ എല്ലാ ക്രിയേഷനും സംഗമങ്ങളുടെ ഭാഗമാണ്, കാമത്തിൻ്റെ ഭാഗമാണ്. കാമം, അർത്ഥം, ധർമ്മം, മോക്ഷം. ഇതാണ് ഒരു മനുഷ്യൻ്റെ 4 ലെവലുകൾ. അപ്പോൾ ആദ്യം എനിക്കുണ്ടാവേണ്ടത് ആഗ്രഹങ്ങളാണ്. അതിനെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള അർത്ഥം, മാർഗം. പിന്നെ ധർമ്മം. എന്താണ് ധർമ്മം? ഇത് ധാർമ്മികമാണോ, ഇത് ധാർമ്മികമല്ലയോ? ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന സ്ഥലമാണ്. അത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പൊസിഷനാണ് മോക്ഷം എന്ന് പറയുന്നത്, ബ്ലിസ്ഫുൾ എന്ന് പറയുന്ന ഒരവസ്ഥ. ഇത് പഠിപ്പിക്കലാണ് ക്ഷേത്രങ്ങളുടെയൊക്കെ ധർമ്മം. അപ്പോൾ ഭഗവാന്മാരും രാസക്രീഡകളും കാമവും സെക്സും ഒക്കെ ഉള്ളവരാണ്. അത് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറേ മൃഗങ്ങളുടെ രൂപങ്ങൾ ചേർന്നിട്ടുള്ള വ്യാളി സങ്കല്പം. കാരണം അത് ആ പ്രകൃതിയിൽ അതൊക്കെ ഉണ്ടായിരുന്നു, അതിനെയൊക്കെ മാറ്റിയിട്ടാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയത്. അതിന് മുകളിലാണ് ഇതൊക്കെ കെട്ടിപ്പടുത്തത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ബിംബങ്ങളെ കാണാം. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തുണ്ടാവും? ഏറ്റവും കൂടുതൽ സെക്ഷൽ പോസ്റ്റേഴ്സ് ഏത് പൊസിഷനിൽ നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിൽ സാധിക്കും അതൊക്കെ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ള, ഏത് നർത്തകിയുടെയും ഏത് തരത്തിലുള്ള നൃത്തം നടത്തുമ്പോഴും അതിനടുത്തൊരു പുരുഷൻ എങ്ങനെ കാമിക്കാൻ സാധിക്കുമെന്നുള്ളതൊക്കെ കാണിച്ചിട്ടുള്ള കുറേ സ്കൾപ്ചേഴ്സ് ഉള്ള ഒരു ക്ഷേത്രമാണ് ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ വിദേശികൾ വിസിറ്റ് ചെയ്യുന്ന സ്ഥലം. അത് ഖജുരാഹോ ആണ്. 9-ാം നൂറ്റാണ്ട് മുതൽ 11-ാം നൂറ്റാണ്ട് വരെ 6 വ്യത്യസ്ത തരത്തിൽ ഏറ്റവും പെർഫെക്ഷനോടുകൂടി ഇത് കൊത്തുവെച്ചിട്ടുള്ള കൊത്തുപണികൾ മാത്രം. ഏത് ഡാൻസർക്കും ഒരു പടം എടുത്തിട്ട് അവിടെ പോയി നോക്കിയാൽ അതവിടെ കാണാൻ പറ്റും. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ഖജുരാഹോ. അത് കംപ്ലീറ്റ് സെക്ഷൽ പോസ്റ്റേഴ്സാണ് മിക്കവാറും. ഇത് എന്തിനാണ് അവിടെ കൊത്തിവെച്ചതെന്ന് ചോദിച്ചാൽ അത് മനുഷ്യനുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരു സാധാരണ വികാരമാണ്. അതിനെയൊക്കെ കടന്നിട്ട് വേണം എവിടെ പോകാൻ? ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ. അത് അകത്തല്ല വെച്ചിരിക്കുന്നത്, കൊത്തിവെച്ചിട്ടുള്ള എവിടെയാ? പുറത്താണ്. ആ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴും എൻ്റെ ശ്രദ്ധ എന്തിലാവണം? അവിടെ അച്ഛനും മക്കളും ചെറിയ കുട്ടികളും അവരുടെ പിതാക്കന്മാരും മുത്തശ്ശന്മാരും ചെറിയ കുട്ടികളും ഒക്കെ പോയിട്ടുള്ളൊരു സ്ഥലത്ത് കടന്നിട്ടാണ് നമ്മളിവിടെ പോകുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് പോകുന്നത്. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.